വാവച്ചാ നമ്മുടെ പോത്തിനെയൊക്കെ കൊടുത്തായിരുന്നോ? കൊടുത്തു. ഉദ്ദേശിച്ച വില തന്നെ കിട്ടിയായിരുന്നു? കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞ വിലയ്ക്ക് ആ വിലയ്ക്ക് കൊടുത്തു. എന്നാ അപ്പോൾ പെരുന്നാളിന് മുന്നേ കൊണ്ടുപോയോ? പെരുന്നാളിനൊരു 8-9 ദിവസം മുമ്പ്. 8-9 ദിവസം മുന്നേ കൊണ്ടുപോയല്ലേ? എവിടുത്തേരായിരുന്നു? അത് കൊറ്റുളങ്ങര, കായംകുളം കൊറ്റുളങ്ങരക്കാർ. അവർ ഇതിനു വേണ്ടിയാണ് പെരുന്നാളിൻ്റെ അറപ്പിനായിരുന്നു, നേർച്ച അറപ്പിനായിരുന്നു അല്ലേ? അങ്ങനെ അതിനെ കൊടുത്തു. പിന്നെ വേറെ പോത്തിനൊന്നും വാങ്ങിക്കുന്നില്ലേ? പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടല്ലോ പോത്തിനെ. എന്തോ ഏത് പോത്താ? പിന്നെ നമ്മൾ ഇവിടുന്ന് നമ്മൾ ആലുവ വരെ പോയിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആലുവയിൽ നിന്ന് വരാൻ അത്ര സ്പെഷ്യൽ ആളാണോ ആള്? പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. നമ്മൾ ആലുവ വരെ പോയി. അപ്പോൾ ജാഫറാബാദിയുടെ കാര്യമാണോ പറയുന്നത്? ജാഫറാബാദിയുടെ കാര്യമാണ്. അപ്പം അവന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? അവനിപ്പം എന്ത് പ്രായമുണ്ട്? ഒരു 1.5 വയസ്സ് പ്രായമുണ്ട്. 1.5 വയസ്സ് പ്രായം. നമുക്ക് നേരത്തെ വന്നതാണ്. പിന്നെ നമ്മൾ ഇത് നിൽക്കുന്നോണ്ടാണ്. അന്നോട് പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടുപേരും ഒന്നിച്ചെടുക്കാനുള്ള പ്ലാനായിരുന്നു. ഒരാൾ പോയി, പക്ഷെ അത് ഒരാള് ഇതുവരെ പോയി. രണ്ടും 1.5 വയസ്സ് സെയിം ആലുവക്കാരല്ലേ? അപ്പൊ അതിനെ പോയി എടുത്തു. മറ്റവനെ കൊടുത്തു, അടുത്തതിനെ എടുത്തു. പിന്നെ കുഞ്ഞനെന്തോ കൂടെ? കുഞ്ഞിനെ നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു കൂട്ട്. അതിന് വേണ്ടി നമ്മൾ എവിടെ നിന്ന് എടുത്ത്? അടുത്തുനിന്ന് തന്നെ. കുടിയിലെ പഞ്ചായത്ത് പോത്താണോ അതോ ആന്ധ്ര? നമ്മളെ മറ്റേ പോത്തിന് വർഷം കഴിയുമ്പോ കറക്റ്റ് ഇവന്മാരെ രണ്ടുപേരും നമ്മൾ വീണ്ടും കാണിക്കുന്നത്. അടുത്ത വീഡിയോക്കകത്ത് നമ്മൾ കൊണ്ടുവരുമല്ലേ? ഗജവീരന്മാരായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇവന്മാരെയൊക്കെ എടുത്ത വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? എടുത്തത് ഇപ്പം ജാഫറിനെ എടുത്തത് എല്ലാം കൂടെ ഒരു 75 രൂപയ്ക്ക് എടുത്തത്. എന്റെ വണ്ടിക്കൂലി എല്ലാം ഇവിടെ ആലുവയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ 75 രൂപ മുതലാണ് ഈ നിൽക്കുന്നത്. നമ്മളിപ്പം മറ്റവന്മാരെ കൊടുത്ത ഈ ഒരു വിലക്കൊക്കെയാ അല്ലേ? ഒരു 2 പേരെ കൊടുത്തു, 2 പേരെ എടുത്തു. അപ്പം വലിയ പൈസ ഒന്നും ബാക്കി കയ്യിലില്ലല്ലോ. ഇതിൽ തന്നെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്തല്ലോ. നിങ്ങൾ ഭയങ്കര പാഷനേറ്റ് ആണെന്നാ കമന്റിലൊക്കെ ആൾക്കാർ പറയുന്നത്. നിങ്ങൾ കൊടുക്കാൻ താല്പര്യമില്ല, വില പറയുമ്പോൾ മാറ്റി പറയുന്നു, അങ്ങനെയൊക്കെ പറയുന്നു. അത് കമന്റൊക്കെ വായിച്ചായിരുന്നോ? അത് വളർത്തിയവനെ അതിന്റെ ഒരു ദുഃഖം മനസ്സിലാത്ത ഒന്നാമത്തെ കാര്യം കൊടുക്കാൻ താല്പര്യമില്ല. പിന്നെ അത്രയും വിലയൊക്കെ പറഞ്ഞു പോയത്. എന്റെ ഒരു കൂട്ടുകാരനാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അവന് കച്ചിയും തീറ്റയെല്ലാം കൊടുത്തിട്ടുണ്ട്. അവൻ എന്ന് വൈകിട്ട് എന്നെ വിളിച്ച് വല്ലുളങ്ങര മേടിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണാ ഒന്ന് വീഡിയോ കോൾ ചെയ്ത്. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഈ പുള്ളി അതിന് തീറ്റ എടുത്തോണ്ടിരിക്കുക. കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പൊ ഇനി ഇപ്പൊ ഇവരെ കൂടാതെ വേറെ ആരെങ്കിലും എടുക്കാൻ പ്ലാൻ ഉണ്ടോ? പിന്നെ കൊണ്ടുപോകണം. നമുക്ക് വേറെ ചെറുതിന്റെ ടൈപ്പ് വേറെ 2 എണ്ണം വേണം അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ഇനി അവരെ കൊണ്ടുവരുമ്പോ കാണാം. എന്താ? ഓക്കെ. അപ്പോൾ നമ്മുടെ വാവച്ചൻ്റെ ജാഫറാബാദിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയല്ല, തുടരുകയാണ്. അപ്പോൾ നമ്മുടെ ജാഫറാബാദിയുടെ ഫുള്ള് വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡേ വിത്ത് നമ്മുടെ ജാഫറാബാദി എന്നൊരു കണ്ടൻറ്റിൽ നമ്മുടെ വീഡിയോ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്നാണ് യൂട്യൂബ് പറയുന്നത്. വീഡിയോ കാണുന്നതിനകത്ത് ഭൂരിഭാഗം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം മാക്സിമം പറ്റുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിച്ചാലേ നമുക്ക് ഇനിയും പുതിയ വീഡിയോകളൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്